أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم ارحمنا يا أرحم الراحمين. 27ാമത്തെ ആയത്ത് സൂറത്തുൽ മുൽക്കിലെ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഫലമ്മാ റഅൂ സുൽഫത സീഅത് ഉജൂഉൽ ലദീന കഫറു വഖീല ആദല്ലദീ കുൻതും ബിഹി തദ്ദഊൻ എന്ന് പറഞ്ഞിട്ട്, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് അവർ റഅൂ എന്ന് പറഞ്ഞാൽ അവർ അതിനെ കാണും. ഏതിനെ കാണും? ഭയാനകമായ ആ ശിക്ഷ അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ അടുത്ത് വരുന്നത് പോലെ, സുൽഫത്തൻ ഇങ്ങനെ തൊട്ട് മുമ്പിൽ വന്ന് നിൽക്കും പോലെ അവർ കാണുമ്പോൾ സീഅത്ത് ഉജൂ, അവരുടെ മുഖങ്ങളാകെ ഒരു ഡിസ്ട്രസ്ഡ് ആവും. അവരുടെ ഉജൂ എന്ന് പറഞ്ഞാൽ അവരുടെ മുഖങ്ങൾ, സീഅത്ത് ഉജൂ, അവരുടെ മുഖങ്ങളാകെ ഇങ്ങനെ വെപ്രാളം കൊണ്ട് തൊട്ട് മുമ്പിൽ കാണുകയാണ്. ഈ ഒരു അവസ്ഥയിൽ അവർക്ക് നിഷേധിക്കാം. ഭൂമിയിൽ നിഷേധിച്ച് നടന്ന സംഭവം ഈ തൊട്ട് മുമ്പിൽ അവർ യാഥാർത്ഥ്യമായിട്ട് കാണുമ്പോൾ അവരുടെ മുഖം ആ ഒരു ഡിസ്ട്രെസ് ആവുകയും ഒരു വികൃതമാവുകയും ചെയ്യുന്ന ആ ഒരു സാഹചര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വരച്ച് കാണിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ആരുടേത്? അല്ലദീന കഫറു, ആരാണോ കളവാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിനെ കുറിച്ചും പരലോക ജീവിതത്തെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഇവർ കഫറു, അവർ അതിനെ മൂടി വെച്ചു അല്ലെങ്കിൽ കളവാക്കി. അങ്ങനത്തെവരോട് അന്ന് പറയപ്പെടും. ആ സമയത്ത് അവർ കാണുകയും ചെയ്യും, അവരുടെ മുഖം ആകെ ഡിസ്ട്രെസ്ഡ് ആവും. ആ സമയത്ത് അവരോട് പറയപ്പെടും വക്കീല, കീല എന്നല്ലെങ്കിൽ പറയപ്പെട്ടു എന്നുള്ളതാണ്. അവർക്ക് കേൾക്കും വക്കീല അതല്ലതി, ഇതാണ് അല്ലതി കുൻതും ബിഹി തദ്ദഊൻ. നിങ്ങൾ ദാ എന്ന് പറഞ്ഞാൽ ഈ തദ്ദഊൻ എന്ന് പറയുന്നത് ദാവ എന്ന് പറയുന്ന ആ ഒരു ഇതിൽ നിന്നാണ് വരുന്നത്. അതായത് കോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇവർ ഭൂമിയിൽ പരലോക ജീവിതത്തെക്കുറിച്ചും ഖിയാമത്ത് നാളിനെ കുറിച്ചും നരക ശിക്ഷനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ കൊണ്ടുവരൂ ഇൻകുന്തും സ്വാദിഖീൻ എന്ന് പറഞ്ഞിട്ട്, അതായത് നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ എന്താണ് ഈ അന്ത്യനാള് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സർക്കാസ്റ്റിക് ആയിട്ട് പുച്ഛത്തോടെ വിളിച്ച് പറഞ്ഞവരോട് അന്ന് അവിടെ പറയപ്പെടും. അവരെ തൊട്ട് മുമ്പിൽ ആ ശിക്ഷ, ടോർമെന്റ്, അതായത് ആ ഒരു ഭയാനകമായ ശിക്ഷ അവർ അനുഭവിക്കാൻ പോകുന്നവരെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവരുടെ മുഖം ആകെ ഒരു ഡിസ്ട്രെസ് അത് കണ്ട്, കാരണം ഒരിക്കലും ഇനി നിഷേധിക്കാനോ അല്ലെങ്കിൽ ഒഴിവാക്കാനോ പറ്റാത്ത ഒരു ദാരുണമായ അന്ത്യത്തിലേക്ക് അവർ അടുക്കുമ്പോൾ അവരോട് പറയപ്പെടും ഇതാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നതെന്ന്. കുന്തും തദ്ദഊൻ, നിങ്ങൾ കൊണ്ടുവരൂ എന്ന് പറഞ്ഞ സാധനം അതാണിത് അനുഭവിച്ചെന്ന് പറഞ്ഞിട്ട്. വെരി 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 സീരിയസ് മാറ്റർ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. ഇത്തരം ആൾക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകുന്നതിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹുവിനെ ഗൈബിൽ വിശ്വസിച്ചുകൊണ്ട്, അള്ളാഹുവിനെ കാണാതെ, പരലോകത്തെ കാണാതെ, പക്ഷെ നമ്മൾ ചുറ്റുമുള്ള അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കാനും അറിയാനും അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കാനും നാളെ ഈ ഒരു അവസ്ഥയിൽ എത്തിപ്പെടാതിരിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു ഇഷ്ടപ്പെട്ട് പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ട് പുറത്ത് കൊടുത്തവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. 27ാമത്തെ രാത്രിയിലാണ് നമ്മൾ ഇന്ന് ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളെ സ്വീകരിക്കട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയ എല്ലാ വീഴ്ചകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് തരട്ടെ, ഓവർലുക്ക് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ അതിൻ്റെ എല്ലാ ഇൻപെർഫെക്ഷനോടും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട് സ്വീകരിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.